ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ സിമ്പിളായിട്ടൊരു ബ്രഷ് പെയിൻറ്റും ബ്രഷ് പെയിൻറ്റ് ചെയ്തേക്കുന്ന ഫ്ലവറിന് ചുറ്റും സിമ്പിളായിട്ടൊരു കാന്താവർക്കും ചെയ്തേക്കുന്ന ഒരു സെറ്റാണ്. ഇതിന് 2-3 ഷെയ്ഡ്സ് ഉണ്ട്. ഫസ്റ്റ് ഷെയ്ഡ് ഒരു ലാവൻഡർ ഷെയ്ഡാണ്. അതിൽ ബ്രഷ് പെയിൻറ്റ് ചെയ്തേക്കുകയാണ്. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് യോക്കിലായിട്ട് തിക്കായിട്ട് ഒരു ഫ്ലവറും ബോഡിയിലോട്ട് വരുമ്പോഴത്തേന് കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സുമായിട്ടാണ് ചെയ്തേക്കുന്നത്. ബോഡി ഫുള്ള് വരുന്നുണ്ട്. യോക്ക് പോർഷനിൽ തിക്കായിട്ടും ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ്. എന്നിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ പെയിൻറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ബോർഡറായിട്ട് തിന്നായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് സീക്വൻസ് വർക്കും ഒക്കെ കൂടി ചെയ്തേക്കുന്ന ഒരു ടോപ്പാണ്. ദുപ്പട്ട വരുമ്പോഴും സെയിം സിൽക്കി കോട്ട മെറ്റീരിയൽ തന്നെ. അതിൽ ദുപ്പട്ട ഫുള്ളായിട്ടും ആ ഒരു ഹാൻഡ് പെയിൻറ്റ് വരുന്നുണ്ട്. ദുപ്പട്ടയുടെ ബാക്ക് ഫുള്ളായിട്ട് വരുന്നുണ്ട്. ബോട്ടം വരുമ്പോഴത്തേക്കിന് സെയിം ഷെയ്ഡ് തന്നെയാണ്. ഇതിൻ്റെ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സാൻഡൂൺ മെറ്റീരിയലാണ് ലൈനിങ്ങിനും ബോട്ടത്തിനുമായിട്ട് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ്. 980 റേഞ്ചിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് ഇനി കാണിക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് ഇത്. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു പീച്ച്, ഡാർക്ക് പീച്ച് ഷെയ്ഡാണ്. സെയിം ആ ഒരു ബ്രഷ് പെയിൻറ്റ് തന്നെയാണ് ഫുൾ ടോപ്പിൽ വന്നേക്കുന്നത്. യോക്കിൽ വർക്ക്. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി മടക്കി വെച്ചേക്കുകയാണ്. കുറച്ച് പോർഷൻ നമുക്ക് ആ ഒരു നെക്ക് സ്പേസ് ഫ്രീ ആക്കി കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബോഡി ഫുള്ള് നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ നല്ലതായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ലൈനിങ്ങും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട ആണെങ്കിലും സെയിം ഷെയ്ഡ് തന്നെ വന്നിട്ട് ഈ ഒരു ബ്രഷ് പെയിൻറ്റും കൂടെ ഒക്കെ കൊണ്ട് നല്ല ഭംഗിയാണ്. എന്നിരിക്കും ഈ ഒരു കളറ്. അടുത്ത കളറ് വരുന്നത് ഒരു കൂമ്പിൻ്റെ കളർ. ആ ഒരു നിൽക്കുന്നത് പർപ്പിളിലും ഒക്കെ അത്രയും അങ്ങോട്ട് ഡാർക്ക് ആകുന്നില്ല. ഇച്ചിരി ലൈറ്റായിട്ട് നിൽക്കും. സെയിം ഫുൾ പെയിൻറ്റ് വരുന്നു. ദുപ്പട്ട വരുമ്പോഴും സെയിം ഷെയ്ഡിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. ദുപ്പട്ടയൊക്കെ ആണെങ്കിൽ നല്ല ഒതുങ്ങുന്ന മെറ്റീരിയലാണ്. നല്ല ബോഡി ഫുള്ള് ആ ഒരു സെൽഫായിട്ട് വരുന്ന ഒരു ചെക്കൊക്കെ ഉള്ള ടൈപ്പ് സിൽക്കി കോട്ടായാണ് മെറ്റീരിയൽ വന്നേക്കുന്നത്. ഷോളാണെങ്കിൽ നന്നായിട്ട് ഒതുങ്ങുന്ന ഷോള് തന്നെയാണ് ഈ ഒരു സെറ്റ്. ഇതിൻ്റെ തന്നെ ബോട്ടം ലൈനിങ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീനിഷ് യെല്ലോ ഷെയ്ഡ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറ്. ഇതിൽ ആ ഒരു ബ്ലൂവും ഗ്രീനും ഒക്കെ വന്നപ്പോഴത്തേക്കിന് ഇപ്പം ഈ ഒരു ബോർഡർ, ഫ്ലവറിൻ്റെ ബോർഡറിൽ കൊടുത്തേക്കുന്ന ആ ഒരു ത്രെഡ് വർക്കും കൂടെ ഫ്ലവറിന് നല്ല എടുപ്പ് തോന്നിപ്പിക്കുക. ഈ ഒരു ഫ്ലവറും കുഞ്ഞു കുഞ്ഞ് സീക്വൻസ് വർക്ക് എല്ലാം കൂടെ കൊണ്ട് നല്ല രസമാണ് ആ ഒരു യോക്ക് പോർഷൻ കാണാൻ വേണ്ടി. അതിൻ്റെ ദുപ്പട്ട വരും. ഇതാണ് ദുപ്പട്ട. ഇങ്ങനെയൊക്കെ ഈ ഒരു കളർ ഷെയ്ഡ്. ലാസ്റ്റ് ഷെയ്ഡാണ് അടുത്ത് കാണിക്കുന്നത്. അതൊരു രാമ ഗ്രീൻ ഷെയ്ഡ്. ഇങ്ങനെ വരും ആ ഒരു ഷെയ്ഡ്. അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെയുണ്ട്. അപ്പം ഇത്രയും ഷെയ്ഡ്സാണ് ഈ ഒരു സെറ്റിൻ്റെ വന്നേക്കുന്നത്. ഇതിലേതെങ്കിലും ഷെയ്ഡ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.